വിവാഹത്തിന് ശേഷം പെൺകുട്ടികൾക്ക് സെക്സിൽ ഏർപ്പെടാൻ കഴിയുന്നില്ലേ? എന്താണ് അതിൻ്റെ കാരണം എന്നതിനെപ്പറ്റി ഇന്ന് നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇന്ന് പ്രധാനമായിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒ പിയിൽ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ കൂടുതലായിട്ട് വന്ന ഒരു കേസിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് കപ്പിൾസ് വന്ന് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് വജൈനിസ്മസ്. അതെന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ, സെക്ഷലി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് യോനി ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ തൈ മസിൽസിനകത്തൊക്കെ കൺട്രാക്ഷൻസ്, അസാമാന്യമായ കൺട്രാക്ഷൻസ്, അതായത് അവർക്ക് സെക്ഷലി നോർമലി കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത വിധം ഒരുപാട് നന്നായിട്ട് ബലം കൊടുക്കുന്ന ഒരു അവസ്ഥ. ഒന്നുകിൽ നമ്മുടെ പാർട്ട്ണറെ അയാൾ നന്നായിട്ട് പുഷ് ചെയ്യുക, നമ്മുടെ കാലിൻ്റെ മസിൽസും അതുപോലെ തന്നെ നമ്മുടെ ബട്ടക്സിൻ്റെ മസിൽസൊക്കെ ശക്തമായിട്ട് കൺട്രാക്ട് ചെയ്യുക. ഒന്നുകിൽ നമ്മുടെ തൈ മസിൽസ് അല്ലെങ്കിൽ കാല് ക്രോസ് ആയിട്ട് വെക്കുക. അവർക്ക് ഒരിക്കലും സെക്ഷൽ കോണ്ടാക്ട് പോസിബിൾ അല്ലാത്ത ഒരു കണ്ടീഷനാണ് ഇത്തരത്തിലുള്ള വജൈനിസ്മസ് എന്ന് പറയുന്നത്. ഇനി ഈ വജൈനിസ്മസിൻ്റെ കൺട്രാക്ഷൻസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, പലപ്പോഴും ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് കരുതിയിട്ട് ആളുകൾ ഡിവോഴ്സ് എന്നുള്ള ഒരു മേഖലയ്ക്കൊക്കെയാണ് പോവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണങ്ങളെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഫിയർ, കാരണം സെക്ഷൽ ലൈഫ് എന്താണ് എന്നറിയാതെ ഒരു ഉള്ളിലുള്ള ഒരു ഭയം, അല്ലെങ്കിൽ പ്രീവിയസ്ലി അവർക്ക് എന്തെങ്കിലും ഒരു സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിരിക്കും, പ്രീവിയസ്ലി ഒരു പേടിപ്പെടുത്തുന്ന ഒരു സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്ഷൽ ഇൻസിഡൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തു നിന്നുള്ള ഒരു കേൾവി, അത്തരത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഉള്ളിലുണ്ടാവുന്ന ഒരു ഭയം മൂലമാണ് ഇത്തരത്തിലുണ്ടാവുക. പലപ്പോഴും ഇത് ആ ഒരു ലേഡി തനിച്ച് ചെയ്യുന്നതല്ല, അവർ അറിയാതെ തന്നെ ചെയ്തു പോകുന്നതാണ്, ബോധപൂർവമായിട്ടല്ല അവർ ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും എന്നുള്ളത് ആദ്യമായിട്ട് ഒരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട് പേഷ്യൻസിനോട്, നിങ്ങൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് വരുമ്പം കപ്പിൾസ് ആയിട്ട് തന്നെ വരണം, അതായത് ഹസ്ബൻഡും വൈഫുമായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് വരേണ്ട ഒരു കണ്ടീഷനാണ് വജൈനിസ്മസ്. ഇതിൻ്റെ ഒരു നിജസ്ഥിതി, അതായത് സത്യമായിട്ടുള്ള അവസ്ഥ എന്തായെന്ന് രണ്ടാൾക്കും ബോധ്യപ്പെടുത്തി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത്. ആദ്യം പറഞ്ഞു ഈ അൺനോൺ ഫിയർ ഇതിൻ്റെ ഒരു കാരണമാണെന്ന്. അതേപോലെ തന്നെ മറ്റ് ചില കാരണങ്ങളാണ് നമ്മുടെ പെൽവിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ യോനി ഭാഗത്തുണ്ടാകുന്ന എന്തെങ്കിലും ടൈപ്പ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. മറ്റൊന്നാണ് ഗർഭം ധരിക്കുമോ എന്നുള്ള പേടി. ഈ ന്യൂലി മാരീഡ് ഒക്കെ ആയിട്ടുള്ള കപ്പിൾസിൽ, അതായത് ആ പെൺകുട്ടിക്ക് ഒരു ഫിയർ ഉണ്ടാവും, ഒന്ന് സെക്ഷലി കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ ഗർഭധാരണ ഉണ്ടാവുമോ അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുകയൊക്കെ ആവും. അപ്പോൾ അവർക്ക് അത് വേണ്ട എന്നുള്ളൊരു ഉള്ളിലുള്ളൊരു ഭയം മൂലം ഇത്തരത്തിൽ അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം സെക്സ് വേണ്ട എന്നുള്ളൊരു ധാരണയിൽ ബെഡ്റൂമിലെത്തുമ്പോഴും ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട് വജൈനിസ്മസ് അല്ലെങ്കിൽ യോനി സങ്കോചം എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ മറ്റൊന്നാണ് ഈ പങ്കാളിയുടെ അടുത്ത്, അതായത് അവളുടെ ഒരു സമ്മതപ്രകാരം അല്ലാതെ തന്നെ അവളുടെ ഒരു വില്ലിങ്നെസ്, അവരൊരു മാനസികമായിട്ട് ഒരു അടുപ്പം വരുന്നതിന് മുന്നേ തന്നെ ഒരു സെക്ഷലി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരിൽ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ മാനസികവുമായിട്ടുള്ള ഐക്യം കൂടി ഇതിനൊരു പ്രധാന കാരണമാണ്. എപ്പോഴും സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് മനസ്സുകൊണ്ടാണ് സെക്സിനെ ആഗ്രഹിക്കാറുള്ളത്. പുരുഷന്മാർ ഫിസിക്കലി ആണെങ്കിൽ പോലും സ്ത്രീകൾ മൈൻഡാണ് കൂടുതലായിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ഐക്യം ഇതിനൊരു പ്രധാന കാരണമാണ്. അപ്പം അതും നമ്മളുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇനി ഇത്തരത്തിൽ ഈ വജൈനിസ്മസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് പുറത്ത് പറയാൻ മടിയാവും കാണിക്കുക, അല്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്ന്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇത്തരത്തിൽ അതിന് ഒട്ടും നാണിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്, ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മളതിന് ആവശ്യമായിട്ടുള്ള നമ്മളെ പേടി മാറ്റാനുള്ള ഒരു സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ അതിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കുക. എന്തൊക്കെയാണ് അതിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എന്താ വെച്ചാൽ ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ പറയണ്ടായി, എനിക്ക് ഇതിന് മുന്നേ പ്രീവിയസ് സെക്സ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ആ പേഷ്യൻ്റ് പറയണ്ടായി, ഇല്ല ഡോക്ടറെ അതൊന്നും ആയിരുന്നില്ല പ്രശ്നം, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, അവരുടെ മാരേജ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതൊരു സെക്സ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ തന്നെ എനിക്കൊരു പാനിക് മാതിരി തോന്നുകയാണ്. അപ്പം അതാണ് ഒരു പ്രധാനം. കാരണം ഒരു കേൾവി ഇതിനൊരു പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ആദ്യമായിട്ടൊരു സെക്ഷൽ ലൈഫിൽ വരുമ്പം ആ കുട്ടിയിലുണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഫിയർ, അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, കൗൺസിലിംഗ് മാറി അതുപോലെ സൈക്കോ തെറാപ്പി തുടങ്ങിയവയൊക്കെയാണ് നമ്മളത് ഫോളോ ചെയ്തത്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് ഡയലേറ്റേഴ്സിൻ്റെ ഉപയോഗം. ഇതൊക്കെ എന്താ വെച്ചാൽ വജൈനിസ്മസിൻ്റെ മാത്രം ട്രീറ്റ്മെൻ്റ് അല്ല, ഇതൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്
മാത്രമാണ് ഹൈമനെക്ടമി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. അതായത് ഹൈമനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് റപ്ചർ ചെയ്ത് കൊടുക്കണം, അതൊന്ന് ടയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഹൈമനെക്ടമി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അത്തരത്തിലാണ് നമ്മൾ വജൈനിസ്മസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യാറുള്ളത്. ഈ ഇത്തരത്തിൽ വജൈനിസ്മസ് ഉള്ളൊരു കണ്ടീഷനാണ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കാരണം ഒരു ഫിയർ, അൺനോൺ ഫിയർ എന്ന്. അപ്പോൾ നമ്മുടെ അടുത്ത് OP-യിൽ വന്നിരുന്ന ഒരു പെൺകുട്ടി, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് പറയണ്ടായി, ആ കുട്ടിയെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറയണ്ടേ, ഡോക്ടറെ എനിക്ക് ബെഡ്റൂം കയറുമ്പോൾ തന്നെ ആകെ ഒരു പേടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ഇതിന് മുന്നേ ഒരു പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? അതൊന്നുമല്ല ഡോക്ടറെ, എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഈ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിയർ ഈ കുട്ടിയിൽ അൺനോൺ, അറിയാതെ എപ്പോഴോ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ബെഡ്റൂമിലേക്ക് കയറുമ്പോഴേക്കും ആ കുട്ടിക്ക് ഒരു പാനിക് അറ്റാക്ക്, സെക്ഷൽ കോൺടാക്ട് നടക്കുന്നതിന് മുന്നേ തന്നെ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള ഒരു സൈക്കോ തെറാപ്പിയും അതുപോലെ തന്നെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവരത് ബെറ്റർ ആവുകയും ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തരത്തിലുണ്ടാവുമ്പോൾ സൈക്കോ തെറാപ്പി അതുപോലെ തന്നെ കൗൺസിലിംഗ് എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഡയലറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ഹൈമനെക്ടമി. ഇതൊക്കെ എന്താ വെച്ചാൽ വജൈനിസ്മസിൻ്റെ ഒരു പാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്, ഇതൊരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻ്റ് അല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും കപ്പിൾസിനെയും കൂടെ ഉപയോഗിച്ചിട്ടാണ്, ഹസ്ബൻഡും വൈഫും കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻസിന് ട്രീറ്റ്മെൻറ്റിന് വരാൻ പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്, മൈൻഡ്ഫുൾ ബ്രീത്തിങ്, അതുപോലെ തന്നെ ഡീസെൻസിറ്റൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ചില രീതികൾ. ഇതൊക്കെ കൂടിയാണ് നമ്മൾ ഈ വജൈനിസ്മസ് എന്നുള്ള കണ്ടീഷൻസ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അതേപോലെയുള്ള മറ്റൊരു കണ്ടീഷനാണ് ഡിസ്പെരൂണിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് യോനി ഭാഗത്തുണ്ടാകുന്ന വരൾച്ച, കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ. അത് പ്രധാനമായിട്ട് ചിലപ്പോൾ നമ്മൾ ചില മെഡിസിൻസ് കഴിക്കുന്ന മൂലം ഉണ്ടാവാറുണ്ട്. ആൻറ്റി അലർജിക് ഡ്രഗ്സുകളൊക്കെ, ആൻറ്റി ഹിസ്റ്റമിൻ ഡ്രഗ്സുകളൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ യോനിയിൽ ലൂബ്രിക്കേഷൻസ് കുറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയൽ സിസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, ഫൈബ്രോയിഡ്, നമ്മുടെ ആ ഗർഭാശയ ദളത്തിനുണ്ടാകുന്ന ചില അസുഖങ്ങൾ മൂലമൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇത്തരത്തിൽ ലൂബ്രിക്കേഷൻ കുറയാറുണ്ട്. മറ്റൊന്നാണ് ഫോർപ്ലേൻ്റെ കുറവ്. ഇത്തരത്തിൽ ഫോർപ്ലേൻ്റെ കുറവുണ്ടാവുക, അതുപോലെ എന്താ വെച്ചാൽ പങ്കാളിയുമായിട്ട് ഒരു താല്പര്യമില്ലായ്മ, അതായത് മാനസികമായിട്ടുള്ള ഐക്യമില്ലായ്മ, ഇതൊക്കെ ഇത്തരത്തിൽ ലൂബ്രിക്കേഷൻ കുറയാൻ കാരണമാവുകയും ഡിസ്പെരൂണിയയ്ക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. ഇനി ഇത്തരത്തിൽ ഡിസ്പെരൂണിയ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം. അതിലൊന്നെന്ന് വെച്ചാൽ വ്യക്തി ശുചിത്വം പാലിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ സെക്സിൻ്റെ മുന്നേ തന്നെ ബ്ലാഡർ ഇവാക്യുവേറ്റ് ചെയ്യുക, അതായത് മൂത്രം ഒഴിച്ച് നന്നായിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്യുക. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും മാനൽ ഏരിയയിൽ കൈ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിലുണ്ടാകുമ്പോൾ നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഒന്നാണെന്ന് വെച്ചാൽ കപ്പിൾസുകൾ തമ്മിൽ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു അതിർവരമ്പുകളും ഇല്ലാതെ എന്താണ് അവരുടെ ബുദ്ധിമുട്ടുകൾ, അതായത് പെയിൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത്തരത്തിൽ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂബ്രിക്കൻസുകൾ ഉപയോഗിക്കാവുന്നതാണ്. അത് തന്നെ നിങ്ങൾ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും അലർജി പോലെയുള്ള ഇഷ്യൂസ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ഈ ലൂബ്രിക്കൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 3 ടൈപ്പാണ് ലൂബ്രിക്കൻസ് ടൈപ്പായിട്ട് പറയാറുള്ളത്. അതിൽ 3 എന്ന് വെച്ചാൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ഉണ്ട്, അതുപോലെ തന്നെ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, മറ്റൊന്നാണ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ്. നമ്മളിപ്പോൾ കോണ്ടം മാതിരിയുള്ളവയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആയിട്ട് പറയുന്നത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസുകളാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രോഗത്തിൻ്റെയും അതുപോലെ തന്നെ രോഗിയുടെ ലക്ഷണങ്ങളൊക്കെ കണക്കെടുത്തിട്ട് നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും നടത്തിയിട്ട് നമ്മൾ ആ രോഗിക്ക് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ വജൈനിസ്മസ് എന്നുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് മാനേജ്മെൻറ്റ് ചെയ്തിട്ടാണ് ക്ലിയർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.